പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അർജന്റീനയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി നൽകുന്ന കാര്യമാണ് താരങ്ങളുടെ പരിക്ക്. നിലവിൽ അർജന്റീന സ്ക്വാഡിലുള്ള ചില താരങ്ങൾക്കെല്ലാം പരിക്കാണ്. വേൾഡ് കപ്പിന് മുൻപ് തന്നെ താരങ്ങൾ പരിക്കിൽ നിന്നെല്ലാം പൂർണ്ണമായും റിക്കവർ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർജന്റീന ടീമിലെ പ്രധാന ഗോൾ കീപ്പറാണ് എമിലിയാനോ മാർട്ടിനസ്. നിലവിൽ എമിലിയാനോ മാർട്ടിനസും പരിക്കിന്റെ പിടിയിലാണ്. നിലവിൽ മാർട്ടിനസ് പരിക്കിന്റെ പിടിയിലായതുകൊണ്ട് തന്നെ അർജന്റീനയുടെ വരുന്ന 2 സൗഹൃദ മത്സരങ്ങളും താരത്തിന് കളിക്കാൻ സാധിച്ചേക്കില്ല. വേൾഡ് കപ്പിന് മുൻപ് താരം എന്തായാലും റിക്കവർ ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാർട്ടിനസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ജെറോണിമോ റുള്ളി അതുപോലെ തന്നെ മുസ്സോ എന്നീ ഗോൾ കീപ്പേഴ്സ് ആയിരിക്കും അർജന്റീനയുടെ വല കാക്കുക. ഈ 2 ഗോൾ കീപ്പേഴ്സ് ആയാലും മികച്ച ഫോമിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സൗഹൃദ മത്സരങ്ങളിൽ കളിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്നത് റുള്ളിക്ക് തന്നെയാണ്. വരുന്ന ജൂൺ 7-നും 10-നുമാണ് അർജന്റീനയുടെ സൗഹൃദ മത്സരങ്ങൾ നടക്കുന്നത്. എന്തായാലും എമിലിയാനോ മാർട്ടിനസ് പരിക്കിൽ നിന്നും എത്രയും വേഗം മുക്തനാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത ISL-ലുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. ISL-ന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില അപ്ഡേറ്റ്സുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിന്റെ 2026-27 സീസൺ കലണ്ടർ AIFF താൽക്കാലികമായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് പ്രകാരം ISL നടന്നേക്കുക സെപ്റ്റംബർ 1 മുതൽ 2027 ഏപ്രിൽ 11 വരെയായിരിക്കും. ഇനി സൂപ്പർ കപ്പ് ആവട്ടെ 2027 ഏപ്രിൽ 20 മുതൽ 2027 മെയ് 10 വരെയായിരിക്കും. ഐ ലീഗ് നടക്കുന്നത് ഒക്ടോബർ 9 മുതൽ 2027 മാർച്ച് 14 വരെയായിരിക്കും. ഇന്ത്യൻ വുമൻസ് ലീഗ് നടക്കുന്നത് സെപ്റ്റംബർ 3 മുതൽ 2027 ജനുവരി 24 വരെയാണ്. ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത ഉടൻ തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ വരുന്ന ജൂൺ 12 ട്രാൻസ്ഫർ വിൻഡോയും ഓപ്പൺ ചെയ്യും. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.